ലക്ഷദ്വീപിലെ മൂന്നാം ദിനത്തിലായിരുന്നു ഞങ്ങളേറെ കൊതിയോടെ കാത്തിരുന്ന സ്കൂബ ഡൈവിങ് ചെയ്തിരുന്നത്. സ്കൂബ ഡൈവിങ്ങിന് ഞങ്ങളെ കൊണ്ടുപോയത് ലക്ഷ എന്ന് പറയുന്ന ടീമാണ്. അവർ ശരിക്കും ഗോവയിലാണ് ചെയ്യുന്നത്. ഇപ്പം നോമ്പായതുകൊണ്ട് ലക്ഷദ്വീപുകാർ ഇറങ്ങുന്നില്ല, അതുകൊണ്ട് ഇവരെ പകരം ഒരു മാസത്തേന് വിളിച്ചതാണ്. ഇപ്പം നമ്മൾ കാണുന്നത് സ്കൂബയ്ക്കായിട്ട് എൻ്റെ കൂടെയുള്ള ഒരാൾ പോകുന്നതാണ്. നമ്മുടെ കൂട്ടത്തിൽ സ്കൂബ ഡൈവേഴ്സ് ഉണ്ട്. അവർ നമ്മുടെ പുറകിലുള്ള ഓക്സിജൻ സിലിണ്ടറിൽ പിടിച്ചിട്ട് നമ്മളെ കൊണ്ടുപോവുകയാണ്. അപ്പം നമുക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല പോകുന്നതിനും മുങ്ങുന്നതിനും ഒന്നും. പക്ഷേ ഈ കടലിൻ്റെ അടിയിലേക്ക് പോകുമ്പോഴേക്കും പ്രഷർ മാറി പോകുന്നത് കൊണ്ട് നന്നായിട്ട് ചെവി വേദന എടുക്കും നമുക്ക്. അതവർ നമുക്ക് കുറച്ച് ടിപ്പൊക്കെ പറഞ്ഞു തരും, ഇങ്ങനെ മൂക്കിൽ കൂടെ ശ്വാസം വിടുക, മൂക്ക് മുറുക്കെ പിടിച്ചിട്ട്. പക്ഷേ എന്നാലും കുറച്ച് വേദനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് താഴോട്ട് ചെന്ന് കഴിയുമ്പോഴേക്കും പിന്നെ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മൾ ആ കാഴ്ചയും കണ്ട് നമുക്കതങ്ങനെ തോന്നില്ല. ഏകദേശം 20 മിനിറ്റായിരുന്നു ഞങ്ങൾക്ക് സ്കൂബയ്ക്കുള്ളത്. 7 മീറ്ററോളം അടിയിലേക്കാണ് പോയത്. നമുക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഒത്തിരി ഉള്ളിലേക്കും ആഴക്കടലിലൊക്കെ ചെയ്യാൻ പെർമിഷൻ കിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ചെറിയ ഒരു ആഴത്തിലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 7 മീറ്റർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമ്മളെ സംബന്ധിച്ച് നല്ല ആഴമുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ സ്കൂബ കഴിഞ്ഞിട്ട് കയറിയിരുന്നിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെയാണ്. അപ്പോൾ അന്നത്തെ ദിവസം സ്കൂബയായിരുന്നു. ഇനി സ്കൂബ ഡൈവിങ്ങിനിടെ കണ്ട കാഴ്ചകൾ ഇതൊക്കെയാണ്. മൊത്തം നമ്മുടെ ഈ കോറൽസും പിന്നെ മീൻ, വളരെ വെറൈറ്റി ആയിട്ടുള്ള മീനുണ്ട്. പിന്നെ നമ്മളോട് പറയും ഈ മീനെയും കോറൽസിനെയും ഒന്നും അങ്ങനെ തൊടരുത്, കാരണം ഇതിൽ ചില മീൻ വിഷം കാണും. ഈ കടലിൻ്റെ അടിയിൽ എന്തെങ്കിലും മുറിവ് സംഭവിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കിങ്ങനെ വിഷം ഒക്കെ എന്തെങ്കിലും ഏൽക്കുവാണെങ്കിൽ അത് പയ്യെ നമുക്ക് എന്താ പറയുന്നത് ഇതായി വരുള്ളൂ. അതിന് പ്രത്യേകിച്ച് നമുക്ക് മരുന്നും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, എന്താണെന്നും അറിയില്ല. അതുകൊണ്ട് നമുക്ക് വളരെ സാവധാനം അത് മുറിവൊക്കെ ആണെങ്കിലും ഉണങ്ങുള്ളൂ. അതുകൊണ്ട് നമ്മൾ പോകുമ്പോൾ ശ്രദ്ധിക്കണം. അങ്ങനെ ഒരിടത്തും പോയി അനാവശ്യമായിട്ട് തൊടരുത് എന്നുള്ളൊരു നിർദ്ദേശം തന്നിട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. പിന്നെ എപ്പോഴേലും നമുക്കത് പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്ക് വരാനും പറ്റും. ഇതൊക്കെയായിരുന്നു കടലിനടിയിൽ ഞങ്ങൾ കണ്ട കുറച്ച് കാഴ്ചകൾ. എല്ലാം അവരെടുത്തിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെയ്തത് കയാക്കിംഗ് ആണ്. ആദ്യം ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഞങ്ങൾ രണ്ടുപേരും തന്നെ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ചെയ്തു. ഇത് പ്രത്യേകിച്ച് പാടൊന്നുമില്ല. ലെഫ്റ്റ് സൈഡിലോട്ട് ഇട്ടാൽ ബോട്ട് റൈറ്റ് സൈഡിലോട്ട് പോകും, റൈറ്റ് സൈഡിൽ തുഴഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലോട്ട് പോകും. ഇനി രണ്ട് സൈഡിൽ മാറി മാറി തുഴഞ്ഞാൽ ബോട്ട് നേരെ പോകും. അത്ര അറിയാനുള്ളൂ. പിന്നെ വലിയ തിരയൊന്നുമില്ല, തീരത്തോട് ചേർന്നുള്ള ഭാഗമാണ്, അങ്ങനെ ഉള്ളിലോട്ടൊന്നും പോയില്ല. അപ്പോൾ അതും അടിപൊളിയായിരുന്നു. നമ്മൾ തന്നെ ചെയ്യുമ്പോൾ കൈക്ക് കുറച്ച് പവറൊക്കെ വേണം, നല്ല ശക്തി വേണം. അതല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. പോകുന്നതിനും ചെയ്യുന്നതുമൊക്കെ രസമാണ്. ഇതെല്ലാം ഓരോ വെറൈറ്റി അനുഭവങ്ങളാണല്ലോ. പിന്നെ ലൈഫ് ജാക്കറ്റ് ഉണ്ട്, തീരത്താളുണ്ട്, അതുകൊണ്ടൊക്കെ നമ്മൾ ആ കോൺഫിഡൻസിലാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ കയാക്കിംഗ് ഒക്കെ ചെയ്ത് ഞങ്ങൾ തിരിച്ചു വന്നു. അതിനുശേഷം ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ വേറൊരു തുരുത്തിലാണ് പോയത്. ഇപ്പോൾ കൊടൈക്കനാലിൻ്റെ ഗുണ കേവ് പോലെ ഇവർക്കും ഉണ്ട് ഒരു ചെറിയ ഗുഹ. നേരത്തെ അത് വലിയ ഗുഹയായിരുന്നു, ഇപ്പം മണലൊക്കെ കയറി അതിൻ്റെ ആഴം കുറഞ്ഞു പോയി. ഈ ഗുഹയുടെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ. താങ്ക്